Alien versus Alien. Alien versus Alien. കനക വൈകുന്നേരം പറഞ്ഞ ബർത്ത്ഡേ കാര്യം മറന്നില്ല. അതിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ? പിന്നെ ഞാൻ എന്ത് ആവശ്യം ഉണ്ടായാലും നിങ്ങളുടെ വീട്ടിൽ വന്നതിൽ പങ്കെടുക്കണല്ലേ. പിന്നെ എനിക്കൊരാവശ്യം വരുമ്പോൾ എനിക്കതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ പിടിക്കാം. ആ അതേ, ക്ലീറ്റസിനോടും അമ്മാവനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്ത് നടക്ക്. ക്ലീറ്റസിനോടും അമ്മാവനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലീറ്റസിനോടും പറഞ്ഞു കഴിഞ്ഞാ അവനോടെങ്ങാനും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കമന്നടിച്ച് വീഴും. അതേ, ആകെ അലമ്പാക്കും. അതൊന്നും കുഴപ്പമില്ലെന്ന്. ഇപ്പം എല്ലപ്പോഴും അല്ലേ, ഞാനങ്ങനെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറില്ല. എൻ്റെ ബർത്ത്ഡേ ഒന്നും ഓർമ്മയില്ല. പിന്നെ ഈ സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റ് നോക്കിയിട്ടാണ് പറഞ്ഞത്. അതെ, എൻ്റെ വീട്ടിൽ ഈ വക പരിപാടിയൊന്നും നടക്കൂല. ഞാൻ അൻസാറിനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ വീട്ടിൽ നമുക്ക് ഇരിക്കാം. അവൻ ക്ലീറ്റസിനായിട്ട് അങ്ങോട്ട് വന്നോളും. അമ്മാവനും വരും. അമ്മാവനോട് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ അമ്മാവനില്ലാതെ ഈ പരിപാടി ഉണ്ട്. അമ്മാവനാണ് എന്നെ എപ്പോഴും ഇളക്കണ. നിന്നെ കൊണ്ട് പൈസ ചെലവാക്കിക്കൊന്നും പറഞ്ഞിട്ട്. അതേ, എന്തായാലും ഒരെണ്ണം നടക്കട്ടെ. നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് കുറേ കാലമായല്ല. വലിയ ആർഭാടം ആക്കണില്ല. എന്നാലും അൻസാറിനോട് ഞാൻ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അലമ്പായി പോവാതെ നോക്കണം. അതാണ് ആ ക്ലീറ്റസ് ആണെങ്കിൽ ആകെ പ്രശ്നമാണ്. അവൻ എങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മുടെ കൂടെ അല്ലേന്ന്. അവനെന്ത് പ്രശ്നം ഉണ്ടാക്കാനാണ്? നമുക്ക് എന്തായാലും ഉണ്ടെങ്കിലും നിയന്ത്രിക്കാമല്ല. നീ ഇതെന്ത് ഭാവിച്ചാടോ? എന്തിനാ 5 മണിക്ക് വരാൻ പറഞ്ഞ്? ഇരുട്ടായിട്ടേ തുടങ്ങുള്ളൂ, അപ്പൊ വിളിച്ചാ പോരെ? അല്ലാതെ ഇത് എത്ര നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നത്? അതെ അമ്മാവാ, ഞാൻ വരണം. അതെങ്ങനെ ശരിയാവും? ഇന്ന് അവന്റെ ഫാസിലിന്റെ ബർത്ത്ഡേ ആയിട്ട് അവൻ വരാതെ കുപ്പി ഓടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതല്ലെന്ന്, ഇതിൽ നിന്ന് ഒരു സലാഡ് എടുത്ത് കഴിക്കാൻ പോണു. എത്രയെന്ന് പറയും മനുഷ്യൻ ഇതും വെച്ചോണ്ട് നോക്കിക്കൊണ്ടിരിക്കണേ. അത് നീ എടുത്തോ, ഞാൻ ഒരെണ്ണം എടുക്കുവാണ്. ഇവൻ എന്ത് പരിപാടിയാണ് ഇവന്മാര് കാണിക്കണേ? ഇത് കഴി ഇന്ന് അവന്റെ ബർത്ത്ഡേ ആണ്. ഇരുന്നിരുന്നും ഒരു ഉപകാരം ഇപ്പോഴാണ് അവനെ കൊണ്ടുണ്ടായ. അതിനും സമയത്ത് വരൂല എന്ന് പറഞ്ഞു. അവൻ കറക്റ്റ് 5 മണിക്ക് വരാമെന്ന് പറഞ്ഞേ. വല്ല പോസ്റ്റിലും കയറി ഇരിക്കുമായിരിക്കും. ഇപ്പൊ വരും. ഒന്ന് സമാധാനപ്പെടും. എടാ, ഞാനൊരു വലിയ മീറ്റിംഗും കളഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടാ. ഈ വീട്ടിൽ ആൾ താമസമൊന്നും ഇല്ലേ? ഇവിടെ ആരും ഇല്ലെന്നേ. എന്നാ പിന്നെ ഇത് എല്ലാവർക്കും വാടകയ്ക്ക് കൊടുത്തുറാ. ഉമ്മ സമ്മതിക്കൂലെന്നൊന്നിനും വാടക കൊടുക്കാൻ. അമ്മാവ, എന്നെ പോലെ ഒരു പ്രമുഖനൊക്കെ വല്ലപ്പോഴും രഹസ്യമായിട്ട് വന്നിരുന്ന് 2 കഴിക്കണ സ്ഥലം. അതിനെ കൂടെ നശിപ്പിച്ചോണോ ഇനി? അത് ശരി. അപ്പൊ എന്റെ കൂതറടിക്കൽ മുഴുവൻ ഇവിടെ വന്നിരുന്നിട്ടല്ലേ? എന്തെങ്കിലും സമയത്ത് വന്നുകൂടെടാ. എത്ര സമയമായി? പരിപാടികളുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തിരക്കുടിച്ചു. കരിമ്പിക്കാട്ടിൽ ആനയെ കൊണ്ട് നിർത്തിയിട്ട് തിന്നരുത് എന്ന് പറഞ്ഞ അവസ്ഥയല്ല. അതെങ്ങനെ ശരിയാവുന്ന? നിന്റെ ബർത്ത്ഡേ നീ വരാതെ അടിക്കാൻ പറ്റുമോ? ഞാനേ MLA ആയിട്ടുള്ള ഒരു മീറ്റിംഗ് കളഞ്ഞിട്ടാ വന്നത്. അതൊക്കെ പോട്ടെ, നീ ഞങ്ങളുടെ പരിപാടി നീ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും അങ്ങനെ കൃത്യമായിട്ടൊന്നുമില്ല. ഞാൻ എല്ലായിടത്തും വന്നു കുടിക്കല്ലേ. ഒരു ദിവസം ഇതായിക്കോട്ടെ എന്ന് കരുതി. അങ്ങനെ പിറന്നാളൊന്നുമായിട്ടല്ല. അല്ല, എത്രാമത്തെ പിറന്നാളതിന്റെ? 35 വയസ്സായിന്ന്. പിറന്നാൾ എത്രയാണെന്ന് അറിയണ്ട. കുപ്പിയിട്ടില്ലേ? അല്ലെ, അവൻ എങ്ങനെ വയസ്സൂടെ കൂടി. അതിന് വേറൊരു കാര്യം, കഴിക്കണതിന് മുമ്പേ എന്നോട് പറയാണ്, ആവശ്യത്തിനുള്ള മാത്രം കഴിച്ചാൽ മതി. ഇന്ന് വഴക്കില്ല. അല്ല, അതെന്താണ് പിന്നെ ഈ തുടക്കത്തിലെ ഇങ്ങനെ ഒരു കല്ലുകടി? ഞാൻ പറയുന്നത് കുറച്ചേ കഴിക്കാവൂ. പാകത്തിനുള്ള മാത്രമേ കഴിക്കാവൂ. നിങ്ങൾ തരുന്നതേ ഞാൻ കഴിക്കുന്നു. അല്ല, ഇപ്പൊ നമ്മൾ എന്തിനു വന്നതാ? ഒരു മണി ചൊറിയണ വർത്താനം കാണിക്കരുത്. നീ 5 മണിക്ക് വരാൻ പറഞ്ഞു 2-3 മണിക്കൂർ. ഇതൊക്കെ രാവിലെ ഉറക്കൊഴിക്കുമ്പോ ഇന്ന് എവിടെ പാർട്ടി ഉണ്ടാവും പറഞ്ഞ എനിക്കുന്ന ടീം ഇപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ അമ്മാവൻ ഞാൻ ഒഴിച്ചോളൂ. അമ്മാവൻ കഴിച്ചിട്ട് ഇവിടെ നിൽക്കുവോ അതോ ഞങ്ങളുടെ കൂടെ വരുമോ അതോ നേരെ അമ്മാവന്റെ വീട്ടിൽ പോകും? ഞാൻ എന്റെ വീട്ടിൽ പോകും. അതെ, അമ്മാവനെ വീട്ടിൽ പോകും. സ്കൂട്ടർ കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ കിടക്കാൻ കണക്കിനാ വന്നേക്കണം.
ഇടുക്ക് എടാ ഞങ്ങളുടെ പിറന്നാളൊക്കെ ആണെങ്കിൽ ചിലയിടത്ത് ഈ മറ്റേ വെജിറ്റേറിയൻ മാത്രമേ ഉണ്ടാവും. ഇത് നിങ്ങളുടെ പിറന്നാളല്ലേ വല്ല ചിക്കനോ മട്ടനോ ഒക്കെ ആരാമ്മാവ ഇത് വാങ്ങിയ അവിടെ ക്ലാസ്സിൽ ഒഴിച്ച 2 മണിക്കൂറായിട്ട് കാത്തിരിക്കുക. നീ ഞാൻ ഒഴിച്ചാലേ കുടിക്കുള്ളൂ, അവൻ ഒഴിക്കൂന്ന്. അങ്ങനെ പാടില്ലല്ലോ. അല്ല അമ്മ നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? ഇത്ര ദൂരത്ത് തന്നെ വിളിച്ചു വരുത്തിയിട്ട് പിന്നെ നിങ്ങൾ ചർച്ച നടത്തുകൊണ്ടിരിക്കും. ഒഴിക്ക്. എന്തായാലും അത് നടക്കില്ല. ഇല്ല ഗീറ്റോ, നീ അവിടെ വെക്ക്. അത് വേഗം അല്ല ചെല്ലണോടത്തോളം ചെല്ലട്ട്. പിന്നെ അതിന് ബാക്കി മതിയല്ലോ. പിന്നെ അല്ലാതെ എത്രയെന്ന് പറഞ്ഞ ഇതിങ്ങനെ വെച്ച് കാണിച്ചു കൊടുക്ക്. നീ എന്ത് കളിക്കുന്ന ഒഴിക്കാന്ന് പറഞ്ഞില്ല, നീ ഇങ്ങനെ ആർത്തി പിടിക്കണ എന്തിനാണ്? സമയല്ല, നേരത്തെ വീട്ടിലെത്തണ്ടേ? ഇതിലൊഴിക്കാം ആദ്യം. അതിലും ബഹളായി. ആദ്യം അമ്മാവന് അമ്മനോട് ഞാൻ വേറെന്തൊരു കാര്യം പറയാൻ പറഞ്ഞല്ലോ. അതൊക്കെ പിന്നെ പറയാം, ആദ്യം ഇത് ഒഴിക്ക്. ഒഴിക്കടാ. എന്താ നമ്മള് പറഞ്ഞത്? നമ്മള് മറ്റേ പോസ്റ്റിൽ കയറി നിൽക്കുമ്പോഴല്ലേ രമണി ചേച്ചി അതിന്റെ താഴത്തു കൂടി പോയത്. അത് നിങ്ങൾ പഴമ്പുരാണം പറഞ്ഞിരിക്കുക. നിങ്ങൾ കഥ പറഞ്ഞിട്ടില്ല. അമ്മാവനെ കണ്ടോന്ന് ചോദിച്ചു. കഥ പറഞ്ഞിട്ട് വിളിക്കും. ഞാൻ പിന്നെ അമ്മാവാ എന്റെ ഒരു പരിപാടിയല്ലേ, ക്ഷമിക്ക്. അതെ, ആരും സംസാരിക്കരുത്. കല്യാണി എന്താ പറഞ്ഞേ? ഇനി ഒരെണ്ണം കഴിച്ചിട്ട് കഴിച്ചിട്ടാവും. കല്യാണിന്റെ കാര്യം പറഞ്ഞപ്പോ സ്പീഡ് കണ്ട. എന്താണ് ഈ റോഡ് ടാർ ചെയ്യാൻ ഈ സർക്കാരിന് ടാർ ചെയ്തില്ലെങ്കിൽ നമ്മളെ ഇവിടെ സമരം ഉണ്ടാക്കൂടെ? സമരം ഉണ്ടാക്കൂടെ? എന്നെ ഇറങ്ങാൻ പറഞ്ഞില്ല. എന്നെ ഇറങ്ങാൻ വിടളിയാ എന്നെ പഠിപ്പില്ലേ? പൈസ നമ്മളാളിത്. പൈസ വേണ്ടിട്ടോ പോടാ. പൈസ കൊണ്ടേടാ. പൈസ അടി വിട്ടോ. കളിക്കാതെ കളിക്കരുത്. പ്രിയമുള്ളവര്, നമ്മൾ ഇവിടെ ഈ ധർണ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് എന്നെ ഇവിടെ ക്ഷണിച്ചത്. നീ പ്രസംഗിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിന്റെ തൊരക്ക് ഞാൻ അടിച്ചു വീഴും. മര്യാദക്ക് ഞാൻ പറയണത് നടന്നോ? വീട്ടിൽ പോ. നീ എന്നെ നടത്താൻ പഠിപ്പിക്കരുത്. മര്യാദക്ക് എന്നെ നിന്റെ സംസാരം നീ ആദ്യം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ എവിടെയായിരുന്നു? ഓഫീസില്. ഓഫീസിൽ നിന്ന് വരാൻ ഇത്ര താമസം എന്താ? കുറച്ച് താമസിച്ചു. ജോലി തിരക്ക് കൂടുതലാണ്. എന്ത് ജോലി? ജോലി തിരക്ക് കൂടുതലാണ്. എന്ത് ജോലിന്ന്? ഞാൻ എന്ത് ജോലിക്കാ പോണ തന്നെ? എന്താ ആട്ടോ? എന്താ ആട്ടോ? ആട്ടോ ഒന്ന് ഫാസിലിന്റെ ബർത്ത്ഡേ. അതുകൊണ്ട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ കേക്കണ്ടേ, ഈ എളിയൻ ഒരൊറ്റ ഒരുത്തൻ കാരനാണ് ഇപ്പുള്ള ഈ ആട്ടോ. ഞാൻ നിന്റെ ആരാ കനക? ഞാൻ നിന്റെ ആരാന്ന്? ഞാൻ നിന്റെ ആരാ അത് നീ പറ. നീ എന്റെ കൂടപ്പിറപ്പാന്നാ ഞാൻ വിചാരിച്ചിരുന്നേ. അങ്ങനെ തന്നെ എന്റെ വിചാരം. എന്നിട്ട് നീ എന്താടാ എന്നോട് ഇങ്ങനെ കാണിക്കണേ? ഞാൻ നിന്നോട് എന്താ കാണിച്ചത് അത് പറ. ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? എന്താണ്? ഞാൻ എങ്ങനെ ജീവിക്കണെന്ന് നിനക്ക് അറിയാൻ പാടില്ലേ? നിനക്ക് എന്താ ഇവിടെ ഒരു കുഴപ്പം? ഒരു കുറവുമില്ലല്ലോ. നല്ല സുഖമായിട്ട് ജീവിക്കാ ഞാൻ. അല്ലേ? ഈ പുഴുങ്ങിയ പഴം പോലത്തെ മനുഷ്യനെ കൊണ്ടുപോയിട്ട് എന്തിനാടാ ഇങ്ങനെ മൂക്ക് മുട്ട കുടിപ്പിക്കണേ? ആര് കുടിപ്പിച്ചു? നീ. ഞാനോ? കഴിഞ്ഞ ആഴ്ച വരെ ഒരു കുഴപ്പമില്ലാതിരുന്ന മനുഷ്യനാ. വാളിയാ വാളിയാ വാളിയാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയതേ തുടങ്ങി കൊടുത്തു. ഇപ്പൊ അളിയനാണോ കള്ളുടിയെ ഞാനാണോ കള്ളുടിയെന്ന് അറിയണമെങ്കിൽ ഇതപ്പ ചോദിച്ചു. ആര് പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ പരിപാടി ഉണ്ടായത്? ക്ലീറ്റ് ആരുടെ കൂടെ പോയത്? ഇവിടുന്ന് ക്ലീറ്റ് ആരുടെ കൂടെ പോയതെന്ന് അളിയ ഒരു പ്രശ്നമില്ല. എടുത്തിട്ട് ഓടി നിന്റെ ഡാഡിക്ക് ഒരു കുഴപ്പമില്ല. വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ 100 വട്ടം ഞാൻ പറഞ്ഞതാണ് അവനോട് വേണ്ടാന്ന്. കള്ളം കള്ളം പോലെ അളിയ ഇഷ്ടംപോലെ കുടിച്ചോ, ഒരു കുഴപ്പമില്ല. അളിയെല്ലാം നോക്കിക്കോളാം. ഞാൻ പറഞ്ഞതാണ്. തങ്കം ഇവിടെ തക്കിളിക്കുട്ടി ഉണ്ട്, തക്കിളിമോളുണ്ട്, പിന്നെ തങ്കത്തിന് അത് വിഷമാവും. 100 വട്ടം പറയാണ്, കേക്കണ്ടേ? 24 മണിക്കൂറും രണ്ടുപേരും തമ്മിൽ അടിയാ. കുടിക്കാൻ മാത്രം ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക്. എന്റെ അച്ഛനുണ്ടായിരുന്നു, എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. ആ ഭാഗ്യം നമുക്കില്ലാതെ പോയല്ലേ. അച്ഛൻ ഇവിടെ ഒന്നുമില്ല. ഇനിയിപ്പോ നമ്മൾ അതും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വന്നത് വന്നു.
ഇനിയിപ്പോ വെറുതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇനി വഴക്കാവും വക്കാണാവും എന്തിനായിരുന്നു നിൽക്കണത്? ആ വിളിച്ചുകൊണ്ട് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് കിടത്തി ഉറക്കുക അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അല്ല പിന്നെ നിനക്ക് അതിനുള്ള ബുദ്ധി ഉണ്ടെന്നാണ് എന്റെ വിചാരം. വന്നേങ്ങോട് ആ ഇവിടെ വരും നടക്കാൻ. നീ എന്തെങ്കിലും നോക്കണത് നോക്കി പേടിപ്പിക്കണ. അയ്യോ ഞാനൊന്നും കണ്ട് കൊതി തീർന്നാണ് നടക്കാൻ. ഞാൻ മറ്റേ അതെടുത്തു. ആ പോന്നെ കൊച്ചിന് എന്ത് കരുതല? ഭക്ഷണം കഴിച്ചില്ല. പിന്നെ ചോദിക്കണ്ടേ എഴുന്നേറ്റ് പോ. നിന്നോടൊന്നും സ്നേഹമില്ല നിന്റെ അച്ഛനെ. എഴുന്നേക്ക്. കൊച്ചിനെ അങ്ങനെ പറയും പഠിപ്പില്ലടേ. നിങ്ങൾ അവളെ ഫുഡ് കഴിച്ചില്ല. ഞാൻ തരാം. ഞാൻ അവളും ഫുഡ് കഴിച്ചില്ല. നാല് കോലി ഒന്ന് നിക്കാം. ചെരുപ്പിട്. ഞാൻ ഒന്നുമില്ലത്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾക്ക് ഒന്ന് കൊന്നു തരാമോ? അതിനെന്തെങ്കിലും തരണോ? ഞാൻ ഇരിക്കണോണ്ടോ? നിങ്ങൾക്ക് എന്തിന്റെ കുറവുണ്ട് ക്ലീറ്റോ ഈ വീട്ടില്? എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അറിയണോ? ഒരു കാര്യം ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യോ? ഒരു വേലയ്ക്ക് പോവോ? ഒരു പണിക്ക് പോവോ? ഒരു കാര്യമില്ല. ഞാൻ എന്തെങ്കിലും നിങ്ങളെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ തോന്നിയാസത്തിന് നിങ്ങൾ നടക്കണില്ലേ? ഞാൻ സത്യത്തില് നിങ്ങള് സത്യത്തില് ഈ കുടിക്കണ കാശുണ്ടെങ്കിൽ ഇന്നാടി ഒരു 100 രൂപ എന്ന് പറഞ്ഞ് ഈ കുടുംബത്തോട് കൊണ്ട് തന്നെ എനിക്കതൊരു ഉപകാരല്ലേ? ബർത്ത്ഡേ പൈസ നിങ്ങൾക്ക് മാത്രം എന്നും ബർത്ത്ഡേ എന്നും കല്യാണം. ഞാൻ ഇവിടെ ഇങ്ങനെ നരകിക്കാൻ വേണ്ടിട്ട് ഞാൻ അളിയന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കുറച്ച് മതി. നിങ്ങള് അവരെന്നിട്ട് നല്ല അന്തസ്സായിട്ട് നിൽപ്പണ്ടല്ലോ. നാണാവൂല്ലേ ക്ലീറ്റോ? നിങ്ങളൊരു പൊതുപ്രവർത്തകനല്ലേ? നിങ്ങളുടെ അണികൾ ഇത് കണ്ടാലോ? എന്തിനാ പതുക്കാക്കട്ടെ? എല്ലാരും കേക്കട്ടെ. ഒരു മോള് 10 മണി കഴിഞ്ഞ അവളെ കെട്ടിക്കേണ്ട സമയാവും. എവിടെ നിർത്ത് കെട്ടിക്കും നിങ്ങള്? നിങ്ങളൊരു തന്തല്ലേ? നിങ്ങൾക്ക് ആ വിചാരം ഉണ്ടോ? അവളിതൊക്കെ കണ്ടല്ലേ പഠിക്കണേ? നാളെ അവളുടെ കെട്ടിയാൻ ഇങ്ങനെ കിടന്ന് കള്ളു കുടിച്ച് കൂത്താടണമെങ്കിൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾക്ക് ആ മനുഷ്യനോട് പറയാൻ എന്തെങ്കിലും ഉണ്ടാവോ? കള്ളും കുടിച്ച് കൂത്താടി വന്നേക്കണ്. ഇനി നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കെട്ടി തൂങ്ങിച്ചാവും. ഞാൻ മുത്ത് നിങ്ങളിങ്ങനെ വെറുതെ പഞ്ചാര വാക്ക് പറഞ്ഞിട്ട് മയക്കുക. നിങ്ങളെ വിശ്വസിച്ച് കൂടെ ഇറങ്ങി വന്നതല്ലേ ഞാൻ. എന്തെങ്കിലും സമാധാനം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴേ പറഞ്ഞു എനിക്ക് ഒഴിച്ച് തരലേ. നിങ്ങളുടെ കണ്ണീർ എനിക്ക് കാണണ്ട. പറ, ഇനി കുടിക്കോ നിങ്ങള്? ഇനി കുടിക്കോന്ന് സത്യം ചെയ്. എന്റെ തലേ തൊട്ട് സത്യം ചെയ്. എന്റെ തലേ തൊട്ട് സത്യം ചെയ്യാൻ. എന്താ വേണ്ട? സത്യം. ഇനി ഞാൻ കുടിക്കില്ല. സത്യം. നിങ്ങൾ കുടിക്കൂല എന്നല്ല. നിങ്ങൾ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങരുത് പുറത്ത്. പാർട്ടിക്കാരൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് കണ്ടോളൂ. നിങ്ങൾ ഇനി എന്റെ കണ്ണുമേട്ട് തന്നെ ഉണ്ടായിക്കൊള്ളണം. ഒന്നുമില്ല. സത്യം ചെയ്. അപ്പൊ നിങ്ങൾ ഇനിയും കുടിക്കില്ല. എന്റെ അപ്പച്ചനാണ്, എന്റെ അമ്മച്ചിയാണ്, നെയ്യാറ്റിങ്കരത്തെ കൊച്ചപ്പച്ചനാണ്. ഞാൻ ഇനി കുടിക്കില്ല. സത്യം. ഇതെന്റെ സത്യം. ഞാൻ കുടിക്കൂല. ഞാൻ കുടിക്കൂല. പിന്നെ ഞങ്ങൾക്ക് ആരല്ല. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാരും കൂടെ ഇരുന്ന ഒരു സന്തോഷത്തിന് ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോ സന്തോഷമല്ലേ? ഇനി കുടിക്കൂല. ഈ വാക്ക് ഞാൻ വിശ്വസിക്കുക. ഇനി നിങ്ങൾ പുറത്തു പോയിന്ന് ഞാൻ അറിഞ്ഞ പിന്നെ തങ്കത്തിനെ കാണൂല ഇവിടെ. പ്രോമിസ് ആണ്. ക്ലീറ്റസിന്റെ പ്രോമിസ്. തക്കളിയിൽ എവിടെ നിന്ന് വെച്ചത്? അവളൊക്കെ വളർന്നു പോയി വന്ന് കുളിക്ക്. ഇല്ല കുഴപ്പമില്ല. അതെ ചോറുണ്ടോ? ചോറൊന്നുമില്ല. വാ കുളിക്ക. ആദ്യം കുളിക്ക്. മീൻ കറി ചോറും കഴിച്ചിട്ട് ഞാൻ കുളിക്കും. കുളിക്കാദ്യം. Alien versus Alien. ഇതൊന്ന് നോക്കണേ. ഇന്നലെ കുടിച്ച സാധനമൊന്നുമല്ല, കട്ടൻ ചായ. അപ്പൊ അത് മാത്രമേ കുടിക്കുള്ളായിരിക്കും. നിങ്ങൾ എന്ത് ഭാവിച്ചോണ്ടാ ഇന്നലെ ഏത് കോലത്തിലാ ഇങ്ങോട്ട് കയറി വന്നേ? ആരെന്നാ ഒന്നും ഓർമ്മയില്ലേ? ക്ലീറ്റസ് അല്ലേ? ക്ലീറ്റസ് മാത്രമൊന്നുമല്ല. നിങ്ങൾ കുടിച്ചില്ലേ?
അതിന് മാത്രമൊന്നും കുടിച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്ക് കുടിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് പോയി കുടിച്ചാ പോരെ. ആ പാവം ക്ലീറ്റോ ചേട്ടനെ കൊണ്ടുപോയിട്ട് ഏത് കോലത്തിലാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഞാൻ കൊണ്ടുപോയി കുടിപ്പിച്ചൊന്നും അല്ലാന്ന്. പിന്നല്ലാതെ ഞാൻ കൊണ്ടുപോയി കുടിപ്പിക്കാൻ എങ്ങനെയാണ്? ഞാൻ എന്തിനാണ് അവനെ കൊണ്ടുപോയി കുടിപ്പിക്കേണ്ട കാര്യം ഇരിക്കുന്നത്? പിന്നല്ലാതെ ആരുടെ കൂടെ പോയിട്ട് അയാൾ കുടിച്ചത്? ഇത് ഫാസിലിന്റെ ബർത്ത്ഡേ അല്ലായിരുന്നോ? മദ്യം വേണ്ട വേണ്ടെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞാണ്. അതിനെങ്ങനെ പറഞ്ഞാ കേക്കണ്ടേ? എന്നിട്ട് നിങ്ങളും കുടിച്ചല്ല? ഞാൻ കുടിച്ചില്ലായിരുന്നു, ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. നിങ്ങൾക്ക് വേണ്ടാന്നും പറഞ്ഞ് ഇങ്ങോട്ട് പോരായിരുന്നില്ലേ? അപ്പൊ ക്ലീറ്റോ ചേട്ടനും തിരിച്ചു പോരൂലായിരുന്നോ? ആര് ക്ലീറ്റോ? വെറുതെ എന്ന് പറഞ്ഞ കമുന്നടിച്ച് വീഴും അവിടെ. ഒന്നല്ല, നിങ്ങൾ ചെയ്ത കാര്യം ഇനി ന്യായീകരിക്കൊന്നും വേണ്ട. പോട്ടെ പോട്ടെ, കഴിഞ്ഞാലേ ഇനി അത് പറയണ്ട. കഴിഞ്ഞല്ലേന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി മേലെ കുടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. എന്താ ചിരിക്കണേ? ഒരു കുറ്റബോധം ഇല്ലല്ലേ നിങ്ങൾക്ക്? ഇനി കുടിക്കൂലെന്ന്. ഇനി ഞാൻ അതിന് മാത്രം കുടിച്ചിട്ടില്ലല്ലോ. അപ്പം കുറച്ച് ഓവറായി പോയി, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി മേലെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാവരുത്. ഒരിക്കലും ഉണ്ടാവില്ല. നീ പൊക്കോ, നീ എന്തിനാണ് കിടന്ന് ഇങ്ങനെ തുള്ളാതിക്കണേ? അപ്പൊ ഞാൻ പറയണതാ കുറ്റമുള്ളൂ. നിങ്ങൾ ചെയ്തതൊക്കെ ശരിയാ. വാ വാ, ഇവിടെ മൊത്തം പ്രശ്നം. ഇവിടെ പിന്നെ എന്താണ് സമാധാന അന്തരീക്ഷം എന്നാണ് ആളെയും വിചാരിച്ചേക്കണേ. ഞാനേ ഇന്നലെ വേറെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചപ്പോ ഞാൻ അതോടെ അങ്ങ് തീർന്നു എന്ന് വിചാരിച്ചു. ഇതപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്നിപ്പോ അവർക്ക് ബോധം നഷ്ടപ്പെട്ടു, നിനക്ക് ബോധം ഉണ്ടല്ലോ. അപ്പൊ കേൾക്കാനുള്ള എല്ലാം കേട്ടോ. പക്ഷെ എൻ്റെ ഇവിടെ ഇന്നലെ തന്നെ എല്ലാം തീർത്തങ്ങ് ഒളിച്ചടുക്കി. ഓ, എന്നാലും എൻ്റെ അളിയ വല്ലാത്തൊരു ഇതായി പോയി കേട്ടോ. പക്ഷെ നീ വല്ലാത്ത കമത്തലായി പോയി കേട്ടോ. അവൻ അൻസാറില്ലേ, ഒഴിക്കണവനല്ലേ, അവൻ എന്നോട് പറയാം ഓരോ 30 എന്ന് പറഞ്ഞ് ഒഴിക്കണത് 60. അവൻ 60 എത്ര 30 എത്രയാന്ന് അവനറിയില്ല. അല്ല, ഞാൻ ചോദിക്കണതല്ല, ഇത് ആ വേറൊരാളിങ്ങനെ ഒഴിച്ചു തരാണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് മൊത്തം വലിച്ചു കുടിക്കാൻ നിൽക്കണതിന്. പിന്നെ ഞാൻ നില കഴിച്ച നീ കണ്ടില്ലേ? നീ കഴിച്ചു, എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പൊ ആ ദാഹം കൂടെ തീരട്ടെ എന്ന് പറഞ്ഞ് കഴിച്ചതാ. ദാഹം മാറ്റാനുള്ള സാധനം ഉള്ളത്. എന്താ പറയുക, ഞാൻ അളിയ ഇതാണ്, ഞാൻ തുടങ്ങണില്ല. എനിക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതാ പ്രശ്നം. ഇന്നലെ ഭയങ്കര ബോറായിരുന്നു, അതൊന്നും ചെയ്യാൻ പാടില്ല. ഈ പറഞ്ഞില്ല, ഞാൻ നിർത്തി വെച്ചാൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. പക്ഷേ തുടങ്ങിയാൽ പിന്നെ അടിച്ചുകൊണ്ടിരിക്കും. കളിയാ രാത്രി ആയപ്പോ ഉണ്ടല്ലോ, വയറ്റിനകത്തൊരു കത്തലും നെഞ്ചിനാകെ ഒരു എരിച്ചിലും, ഒരു രക്ഷയില്ല. മോരുണ്ട് മോര്. അതിലൊന്നും തീരില്ല. മോര് ഞാൻ കുടിച്ചു നോക്കി, അതിലൊന്നും രക്ഷയില്ല. അപ്പൊ നമ്മളെ അൻസാറിനെ രാവിലെ വിളിച്ചേ. അപ്പൊ അവൻ ഒരു ഒറ്റമൂലി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 2 ദിവസം കഴിക്കാൻ മതി, എല്ലാം ക്ലിയർ ആവും എന്ന് പറഞ്ഞു. അതായത് 2 ദിവസം കഴിക്കണ ഒറ്റമൂലി എന്തത്? അവൻ എന്നോട് പറഞ്ഞു ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞു. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി അത് കഴിച്ചാലേ ചിലപ്പോ മാറുള്ളൂ. ഞാൻ ഇതാ തുടങ്ങാതെ വന്നല്ലോ ഒറ്റമൂലിക്കാരൻ. അല്ല, അത് ഈ ഒറ്റയ്ക്ക് വരുന്നവൻ ആരോ മൂല്യമുള്ളവൻ, അവനാണ് ഒറ്റ. അങ്ങനെയൊക്കെ അർത്ഥം. ഇത് വരുന്ന വഴിക്ക് എന്റെ വണ്ടി കേടായി. അപ്പൊ അതിന്റെ കോയിൽ അഴിച്ചെടുത്ത ക്ലീറ്റസിന്റെ പരിചയക്കാരൻ്റെ അടുത്ത് കൊടുത്ത ചെറിയ പൈസക്ക് ചെയ്തു തരും. അല്ല, അപ്പൊ നീ ഇതൊന്ന് റെഡിയാക്കി തരണം. അത് ഞാൻ റെഡിയാക്കി തരാം. അല്ല, അപ്പൊ മരുന്നില്ലേ? മരുന്ന് നീ കൊണ്ടുവന്നില്ലേ? ഒറ്റമൂലി മറ്റേ അതുണ്ട്, അതിനകത്തുണ്ട്. ഉണ്ടാ? അത് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി എല്ലാം മാറും. 2 ദിവസത്തേക്ക് ഇത് മതി. ശരി. എന്ത് ശരി? ആൻസർ കേട്ടോ. എന്താ? അത് നമ്മുടെ അൻസാറില്ലേ, അൻസാർ പാർട്ടിയുടെ കുറച്ച് നോട്ടീസ് ഞാൻ അടിക്കാൻ കൊടുത്തിരുന്നു. അങ്ങനെ അവൻ കൊണ്ടുവന്നതാ. അൻസാറില്ല, പക്ഷെ അൻസാറിന്റെ ഒരു കൂട്ടുകാരന്റെ പ്രശ്നം അടിക്കാൻ കൊടുത്തത്. Alien versus alien. അത് നമ്മുടെ അൻസാറ് നോട്ടീസൊക്കെ പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ അവന്റെ കയ്യിൽ ആപ്പിൾ അവൻ മേടിച്ചോണ്ട് വരുമായിരുന്നു. അങ്ങനെ വേണമെങ്കിൽ ഒരെണ്ണം എടുത്തോന്ന് പറഞ്ഞാൽ എന്നെ തന്നു. അങ്ങനെ ഒരെണ്ണം എടുത്തു. പക്ഷെ മെഴുക കൊള്ളില്ല. എന്തിനാണ് ക്ലീറ്റ് മറയത്ത് വന്ന് തിന്നണ? കൊച്ചവിടെ അതിന് പകുതി കൊടുക്കാൻ പാടില്ലേ? കൊച്ചുങ്ങൾക്ക് ഇത് കൊടുക്കേണ്ട വിഷമാണ്. ഇത് വേണ്ട മെഴുക കംപ്ലീറ്റ്. ഞാൻ പിന്നെ അതിങ്ങനെ കടിച്ചു വാങ്ങിയിട്ട് ഞാനിവിടെ നിൽക്കണേ ഇന്നലത്തെ ഓരോ മണ്ടത്തരങ്ങളൊക്കെ ആലോചിച്ചിട്ട്. എന്ത് മണ്ടത്തരങ്ങള്?
വേണ്ടായിരുന്നു. എൻ്റെ അളി ഇന്നലെ എന്നെ നിർബന്ധിച്ചതാ. ഞാൻ ഇന്നലെ ഇച്ചിരി വഴിവിട്ട് പോയെ. വാ അകത്തൊന്നിരിക്കും. ആ എന്താടി ആപ്പിളാ? അമ്മക്ക് വേദന വീഴും പെണ്ണ കളിക്കല്ലേ? എനിക്കൊന്നും വേണ്ട വേണ്ട. നീ എന്റെ നടി അയ്യോ സമാധാനമായിട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല. കുഞ്ഞെ അനങ്ങാ തന്നെ കളിക്കല്ലേടി. ഇത് ആപ്പിള്. ഇത് എവിടെ നിന്ന് എടുത്ത ആപ്പിള്? ആപ്പിള് വേണ്ട. ഇത് അഴുക്ക ആപ്പിള്. എന്താ തങ്ക നിനക്കിപ്പോ എന്താ? ഞാൻ ഇവിടെ ഒന്നും കൊണ്ടുവച്ചിട്ടില്ല. ഈ ആപ്പിൾ ആരെടുത്ത് എവിടെ കൊടുത്തേ? ആപ്പിള് പ്രശ്നമാണ്. ഞാൻ ഇവിടെ വെച്ചിട്ടില്ല. കൊച്ചേ ആപ്പിൾ അഴുക്ക ആപ്പിൾ എന്തോ അയ്യോ എന്താടി നേരെ നോക്ക്. നേരെ എന്താണ്? കൊച്ചിനൊന്നുമില്ല. ഇച്ചിരി മോരും വെള്ളം കലക്കി കൊടുത്താൽ മതി. മോരും വെള്ളം കലക്കി കൊടുക്കണം കൊച്ചിന്. മോരും വെള്ളേ എന്താണ്? മോരും വെള്ളം കൊടുത്താൽ മതി. അതെ. പിന്നെ ഞാൻ കളിക്കാൻ വേണ്ടിട്ട് ആപ്പിളില് മറ്റേ സാധനം ഇഞ്ചിക്ക് മാറ്റി വെച്ചിരുന്നു. കുറച്ച് അതെടുത്ത് കഴിച്ചറിയാ. ഈ സാധനമൊക്കെയാണ് വീട്ടിനകത്ത് കൊണ്ടുവയ്ക്കുന്നത്. ഞാൻ ഒളിച്ചു വെച്ചിരുന്നല്ലേ. ഈ പെണ്ണെടുത്ത് കഴിക്കുന്ന അതെ പേടിക്കണ്ട. ഒന്നുമില്ല. പേടിക്കാനൊന്നുമില്ല. ആ കൊച്ചിന്റെ തലയിൽ കുറച്ച് വെള്ളം വീഴ്ത്തിയാൽ മതി. ആ പൈപ്പിന്റെ ചോട്ടിൽ കൊണ്ട് കുറച്ച് വെള്ളം കോരി ഒഴിക്കാന്ന്. പിന്നെ മോരുവെള്ളം റെഡി വീട്ടിലിരിക്കണം. ആ കുറച്ച് കൊണ്ട് അത് കൊടുക്ക്. അപ്പൊ എല്ലാം ശരിയാവും. അപ്പൊ ഒന്നുമില്ല. ഈ കുണ്ടാണ് പ്രശ്നം. Alien versus alien. തങ്കമ്മ അയ്യോ പൊട്ടി പൊന്നേ. മാല മേടിച്ചോണ്ട് വരുമ്പോഴേക്കും നശിപ്പിച്ചു. അതിന് വിളക്കിക്കണായിരിക്കും. അതായിരുന്നു ഊല കിട്ടാൻ. ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോ അത് വിട്ടുപോയി. നിങ്ങൾക്ക് ഇങ്ങനെ നാണാവില്ലേ ക്ലീറ്റോ? നിങ്ങളൊരു എന്താ സോറി പാർട്ടി പ്രവർത്തകനല്ലേ? അപ്പൊ ഒന്നുമില്ല. Alien versus alien.